നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ മലയാളി നഴ്സ് ദമ്പതികളായ കണ്ണൂർ നടുവിൽ മണ്ഡലത്തെ കുഴിയാത്ത് സൂരജ്, ഭാര്യ എറണാകുളം കൊലഞ്ചേരി കട്ടക്കയം ബെൻസി എന്നിവരുടെ മൃതദേഹങ്ങൾ നാളെ മണ്ഡലത്തെത്തിക്കും. ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ കുവൈറ്റിലെ സബാഹ് ആശുപത്രിയിൽ പൊതുദർശനത്തിന് വയ്ക്കുന്ന മൃതദേഹങ്ങൾ രാത്രിയോടെ കണ്ണൂരിലേക്കുള്ള വിമാനത്തിൽ കൊണ്ടുവരും. പുലർച്ചെ ബന്ധുക്കളെ ഏറ്റുവാങ്ങി സൂരജിന്റെ മണ്ഡലത്തെ വീട്ടിലെത്തിക്കും. വീട്ടിലെ പൊതുദർശനം കഴിഞ്ഞതിനു ശേഷം ഉച്ചയ്ക്ക് മണ്ഡലം സെന്റ് ജൂഡ് പള്ളിയിലാണ് സംസ്കാരം നടക്കുക. ഇരുവരും തമ്മിലുള്ള വഴക്കിനെ തുടർന്ന് ബെൻസിയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം സൂരജ് ജീവനൊടുക്കിയതായാണ് വിവരം. വാരാന്ത്യ അവധിക്ക് ശേഷം അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ലഭിക്കുന്നതോടെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ബെൻസിയുടെ ചില സുഹൃത്തുക്കളുടെ ഫോണിലേക്ക് അവരുടെ മരണം സൂചിപ്പിക്കുന്ന ചില സന്ദേശങ്ങൾ സൂരജ് അയച്ചതായി റിപ്പോർട്ടുണ്ട്. ഇതാണ് ബെൻസിയെ കൊലപ്പെടുത്തി സൂരജ് ജീവനൊടുക്കിയതാവാമെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയിരിക്കുന്നത്. എന്നാൽ ദമ്പതികൾ പരസ്പരം കുത്തിക്കൊലപ്പെടുത്തിയെന്നായിരുന്നു ആദ്യം പ്രചരിച്ചിരുന്നത്. ജലീബ് അൽ ഷുയൂഖ് അപ്പാർട്ട്മെന്റിൽ കുത്തേറ്റ നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുമുള്ള കഥകൾ പ്രചരിക്കുകയാണ്. ഒരു യൂട്യൂബ് റിയാക്ഷൻ വീഡിയോയിൽ ബെൻസിക്കെതിരായി ശക്തമായി തെളിവുണ്ടെന്ന രീതിയിൽ ഒരു വോയിസ് റെക്കോർഡ് പ്രചരിക്കുന്നുണ്ട്. ബെൻസിക്കൊപ്പം ജോലി ചെയ്യുന്ന ഒരു നഴ്സിന്റെ സുഹൃത്താണെന്ന നിലയ്ക്കാണ് ഈ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ നിജസ്ഥിതി പുറത്തു വരണം, നാട്ടിൽ എന്താണ് ഇതിന്റെ യഥാർത്ഥ കൊലപാതക കാരണമെന്ന് പുറത്തു വരണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവരോട് അവിടുത്തെ നഴ്സായ സുഹൃത്ത് ഇക്കാര്യം വിശദീകരിച്ചതെന്നാണ് ഇവർ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. കൂടാതെ അവരുടെ ഐഡന്റിറ്റി പുറത്തു വരരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ശബ്ദം ചേഞ്ച് ചെയ്തും വോയിസ് സ്പീഡ് കൂട്ടിയുമൊക്കെയാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ പറയുന്നത് ബെൻസിക്കൊപ്പം ജോലി ചെയ്തിരുന്ന മുകേഷ് എന്ന് പറയുന്ന വ്യക്തിയുമായി അടുപ്പമുണ്ടായിരുന്നു. ഇത് സൂരജിന് അറിയാമായിരുന്നു. കൂടാതെ സൂരജ് ഇയാൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ അടുപ്പം പാടില്ല എന്ന്. ഇത് നിർത്തിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇയാൾ അത് ചെവികൊണ്ടില്ല. ഈ ബന്ധം തുടർന്നിരുന്നു. കൂടാതെ നാട്ടിൽ മക്കളെയാക്കി ബെൻസി നേരത്തെ കുവൈറ്റിലേക്ക് എത്തുന്നു. എയർപോർട്ടിൽ വിളിക്കാൻ വന്നതും തിരിച്ചു കൊണ്ടാക്കിയതുമൊക്കെ ഇയാളെന്നാണ് ഈ ഒരു വോയിസിൽ പറയുന്നത്. വീണ്ടും ഈ ബന്ധം തുടർന്നതിൽ പ്രകോപിതനായി ഈ ഒരു കൊലപാതകം നടന്നുവെന്നാണ് ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. കൂടാതെ ഈ കൊലപാതകം നടത്തിയതിനു ശേഷം ബെൻസിയുടെ ചോരയിൽ കുളിച്ച ചിത്രം ഇയാൾക്ക് അയച്ചിരുന്നു. പക്ഷേ ഈ കാമുകൻ ഈ ചിത്രം കണ്ടത് അടുത്ത ദിവസമാണ്. നിന്നെയും കൊല്ലുമെന്ന് സൂരജ് മുകേഷിന് അയച്ച സന്ദേശത്തിൽ പറഞ്ഞുവെന്നാണ് ഈ വോയിസിൽ പറയുന്നത്. ഇത് കേട്ട് ഭയന്ന ഇയാൾ സുഹൃത്തുക്കളുടെ അടുത്തെത്തി കാര്യങ്ങൾ പറഞ്ഞു. തന്നെയും കൊലപ്പെടുത്തുമോ എന്ന ആശങ്കയൊക്കെ പങ്കുവച്ചതായും പറയുന്നുണ്ട്. ഇയാൾക്ക് ബെൻസിയുമായി മാത്രമല്ല നിരവധി സ്ത്രീകളുമായി അടുപ്പമുണ്ടായിരുന്നുവെന്നും ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഈ ശബ്ദ സന്ദേശത്തിന്റെ ആധികാരികത ഉറപ്പിക്കാനായിട്ടില്ല. കൃത്യമായ കാരണം പുറത്തുവിടേണ്ടത് അന്വേഷണ സംഘം തന്നെയാണ്. മരണത്തിന് പിന്നിൽ ഭർത്താവിന്റെ സംശയരോഗമാണെന്ന വാർത്തകളെ സുഹൃത്തുക്കളെല്ലാം തന്നെ തള്ളുന്നുണ്ട്. ബെൻസിക്കെതിരെ ചിലർ പ്രചരിപ്പിക്കുന്ന തെറ്റായ കാര്യങ്ങൾ തങ്ങളെ കടുത്ത ദുഃഖത്തിനിടയിലും ഏറെ വേദനിപ്പിക്കുന്നുവെന്നാണ് ബെൻസിയുടെ ഉറ്റ സുഹൃത്ത് പ്രതികരിച്ചത്. പേര് പുറത്തു പറയാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. ഇവർ ഈ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ്. തനിക്ക് ബെൻസിയെ കഴിഞ്ഞ 10 വർഷമായി അടുത്തറിയാം. ഇടയ്ക്ക് സൂരജും ബെൻസിയും തമ്മിൽ പിണങ്ങുമായിരുന്നുവെങ്കിലും അത് അപ്പോൾ തന്നെ തീർത്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോകും. നല്ലൊരു കുടുംബജീവിതം തന്നെയായിരുന്നു ഇരുവരും നയിച്ചത്. ഇണക്കവും പിണക്കവും അടക്കം എല്ലാം ബെൻസി എന്നോടും മറ്റു കൂട്ടുകാരികളോടും പങ്കുവയ്ക്കുമായിരുന്നു. സൂരജിന് സംശയരോഗം ഉണ്ടായിരുന്നുവെന്ന പച്ചക്കള്ളം പലരും പ്രചരിപ്പിക്കുകയാണ്. വളരെ നല്ല വ്യക്തിയായിരുന്നു സൂരജ്. പക്ഷെ പെട്ടെന്ന് കോപം വരുന്ന സ്വഭാവക്കാരനും. അത് താൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാൻ ഇരുവരും ഒന്നിച്ചെടുത്ത തീരുമാനമായിരുന്നു. ഇതിനായി ബെൻസിയുടെ കഷ്ടപ്പാടുകൾ തങ്ങൾക്കറിയാം. പക്ഷേ ഒടുവിൽ സൂരജിന് അതിനോട് താല്പര്യമില്ലാതായി. ഇത് ബെൻസിയെ വല്ലാതെ വിഷമിപ്പിച്ചു. ഇതാണ് ആ കൂട്ടുകാരി പറയുന്നത്. നമുക്ക് ഓസ്ട്രേലിയക്ക് പോകണമോടി എന്നൊക്കെ ഇച്ചായൻ ഇപ്പോൾ ചോദിക്കുന്നു. ഇത് അവൾ പറയുമായിരുന്നുവെന്നും ഇത്രയും കഷ്ടപ്പെട്ടതിലെ താൻ എന്നിട്ട് ആ അവസരം എങ്ങനെ വേണ്ടെന്ന് വയ്ക്കുമെന്ന് ചോദിക്കുമായിരുന്നുവെന്നും അവർ പറയുന്നു. അതല്ലാതെ അവർക്കിടയിൽ മറ്റൊരു പ്രശ്നമുണ്ടെന്ന് തങ്ങൾക്ക് അറിയില്ല. ദയവ് ചെയ്ത് മരിച്ചുപോയ 2 പേർക്കെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് എല്ലാവരോടുമായി അവർ അഭ്യർത്ഥിക്കുന്നുവെന്നായിരുന്നു ആ ഒരു പ്രതികരണം. സംഭവ ദിവസം കാലത്ത് കെട്ടിടത്തിന്റെ കാവൽക്കാരൻ ഇവർ താമസിക്കുന്ന ഫ്ളാറ്റിലെത്തി വാതിൽ മുട്ടിയിരുന്നു. എന്നാൽ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് ഇയാൾ ഫർവാനിയ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വിവരം അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് എത്തുകയും വാതിലിൽ മുട്ടുകയും ചെയ്തുവെങ്കിലും വാതിൽ തുറന്നിരുന്നില്ല. തുടർന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറിൽ നിന്ന് അനുമതി വാങ്ങിയ ശേഷമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ വാതിൽ തകർത്ത് അകത്ത് പ്രവേശിച്ചത്. തുടർന്ന് ഭാര്യയുടെ മൃതദേഹം കഴുത്തറുത്ത നിലയിലാണ് ഈ തറയിൽ കിടക്കുന്ന രീതിയിൽ കണ്ടെത്തിയത്. റൂമിൽ രക്തം തളം കെട്ടി നിൽക്കുകയും ചെയ്തിരുന്നു. പിന്നീട് റൂമിന്റെ മറ്റൊരു ഭാഗത്താണ് ഭർത്താവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തതായാണ് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായത്. സംഭവത്തിൽ ഇരുവരുടെ മൊബൈൽ ഫോണുകളും കെട്ടിടത്തിലെ CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ കൊലപാതകത്തിലേക്ക് നയിച്ച നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് അറിയുന്നത്. ബെൻസി തോമസിനെ കഴുത്തിൽ മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഫോറൻസിക് അന്വേഷണത്തിലെ നിഗമനം. അതിനുശേഷം സൂരജ് സ്വയം കുത്തി മരിക്കുകയായിരുന്നുവെന്നാണ് ഫോറൻസിക് റിപ്പോർട്ടിനെ ആസ്പദമാക്കി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം സൂരജ് ആരെങ്കിലും ഫോൺ വിളിക്കാൻ ശ്രമിച്ചിരുന്നോ എന്നറിയാൻ പോലീസ് സൂരജിന്റെ ഫോൺ ടേക്കുകൾ പരിശോധിക്കുന്നുണ്ട്. അതേസമയം ദീർഘനാളത്തെ പ്രണയത്തിന് ശേഷമാണ് സൂരജും ബെൻസിയും വിവാഹിതരായതെന്നാണ് സുഹൃത്തുക്കൾ നൽകുന്ന വിവരം.
സൂരജിന്റെ കുടുംബവുമായി താരതമ്യം ചെയ്യുമ്പോൾ സാമ്പത്തികമായി കുറച്ചുകൂടി മെച്ചപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയായിരുന്നു ബിൻസി. നഴ്സിംഗ് പഠനവും കഴിഞ്ഞ് ഡൽഹിയിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് ബിൻസി സൂരജിനെ പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും. കാമുകനെ തനിക്കൊപ്പം വിദേശത്തേക്ക് കൊണ്ടുപോകാൻ ബിൻസി താല്പര്യമെടുത്ത് PSC നഴ്സിംഗ് പഠിപ്പിക്കുകയായിരുന്നു. വിദേശത്ത് പോകുമ്പോൾ സൂരജിനെ ഒപ്പം കൂട്ടാൻ തന്നെയായിരുന്നു ഇത്. ഇതിനിടെ ബിൻസിക്ക് കുവൈറ്റിൽ ഡിഫൻസിൽ സ്റ്റാഫ് നഴ്സ് ജോലി ലഭിച്ചു. തുടർന്ന് BSc നഴ്സിംഗ് പാസ്സായ സൂരജിനെ വീട്ടുകാരുടെ എതിർപ്പുകൾ അവഗണിച്ച് ബിൻസി വിവാഹം കഴിക്കുകയായിരുന്നു. എന്നാൽ സൂരജ് സംശയരോഗത്തിന് അടിമയായിരുന്നു എന്നാണ് സുഹൃത്തുക്കളും അയൽപ്പക്കക്കാരും ഒക്കെ പറയുന്നത്. ദേഷ്യം വന്നാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് നിശ്ചയമില്ലാത്ത വിധം ക്ഷിപ്രകോപിയായിരുന്നു ഇയാളെന്നാണ് ഈ അടുത്തറിയാവുന്നവർ പറയുന്നത്. ഇതിനിടയിൽ 5ാമത്തെ പ്രാവശ്യം പരീക്ഷ എഴുതി പാസ്സായാണ് ബിൻസി ഓസ്ട്രേലിയയിലേക്ക് പോകാനായി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. അതിനു മുന്നോടിയായി തങ്ങളുടെ പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളെയും നാട്ടിലേക്ക് വിട്ടു. തയ്യാറെടുപ്പുകൾ പിന്നെ തുടങ്ങി. പക്ഷേ സംശയരോഗിയായ സൂരജ് അപ്പോഴേക്കും ബിൻസിയെ വകവരുത്താനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2 ദിവസം മുന്നേ അവളുടെ കൂട്ടുകാരികളോട് ഫോണിൽ വിളിച്ച് അവളെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. സൂരജ് ആ വാക്ക് തന്നെ പാലിച്ചു. പാലൂട്ടി വളർത്തിയ കൈകൾ കൊണ്ട് തന്നെ കടിച്ചു കൊന്നു എന്നാണ് ഇരുവരുടെയും കൂട്ടുകാർ പറയുന്നത്. 2 കുഞ്ഞുങ്ങളെ അനാഥരാക്കിയാണ് സൂരജിന്റെ ക്രൂരത അരങ്ങേറിയിരിക്കുന്നത്. ഈസ്റ്ററിന് നാട്ടിലെത്തി മടങ്ങിയപ്പോഴാണ് 2 കുട്ടികളെയും കീഴിലെത്തി ബിൻസിയുടെ വീട്ടിലേക്കാക്കിയത്. 4 ദിവസം മുൻപ് മടങ്ങിയത് ഓസ്ട്രേലിയയിലേക്കുള്ള താമസം മാറുന്നതിന് രേഖകളെല്ലാം സജ്ജമാക്കിയായിരുന്നു. എന്നും പരസ്പരം വഴക്കിട്ട ദമ്പതികൾ അവസാനം മരണത്തിൽ കലാശിക്കുകയായിരുന്നു. കുവൈറ്റിൽ ഒരു കുടുംബത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന സാമ്പത്തിക ഭദ്രത ഉള്ളതായിരുന്നു ഇവരുടെ കുടുംബം. ആ അവസ്ഥയിലേക്ക് കുടുംബം എത്തിയത് ബിൻസിയുടെ പ്രയത്നഫലമായിട്ടായിരുന്നു. പക്ഷേ സൂരജിന്റെ ഒരൊറ്റ ദിവസത്തെ അക്ഷമയും വിവേകമില്ലായ്മയും കാരണം അതെല്ലാം അസ്തമിക്കുന്ന കാഴ്ചയായി. സ്വന്തം മക്കളെ അനാഥരാക്കിയാണ് ആ അച്ഛനും അമ്മയും ഈ ലോകത്തോട് വിട പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.